ഒരു നാട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ജനപ്രതിനിധിയുണ്ട്, കൊല്ലം മയ്യനാട്. ശരിക്കും ഒരു ജനപ്രതിനിധി എങ്ങനെയാകണമെന്ന് കാണിച്ചു തരികയാണ് മയ്യനാട് സുനിൽ എന്ന വാർഡംഗം. കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ജനപ്രതിനിധി മയ്യനാട് സുനിൽ എന്ന മനുഷ്യനാണ് തന്റെ വാർഡിലെ ജനങ്ങളുടെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങുന്നത്. തന്റെ വാർഡിൽ ആദ്യമായി ഒരു അംഗനവാടിക്ക് സ്വന്തമായൊരു കെട്ടിടമുണ്ടായപ്പോൾ അതൊരു നാടിന്റെ ആഘോഷമാക്കി തീർക്കുകയായിരുന്നു. തന്റെ വാർഡിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും വ്യത്യസ്ത മതസംഘടനകളുടെ പ്രവർത്തകരെയും കൂട്ടിയോജിപ്പിച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു സംഘടിപ്പിച്ചത്. ഈ കർമ്മം ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുന്നതായിരിക്കും. അതാണ് ഞങ്ങൾ എടുത്തേക്കുന്ന തീരുമാനം. ഈ സഹോദരിമാരെല്ലാം 3-4 ദിവസം കൊണ്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിനും ഇവിടെ വന്ന് പാക്ക് ചെയ്യുന്നതിനും ഇതിനർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തുന്നതിനും ഫോണിൽ കഴിഞ്ഞും വീടുകളിൽ ചെന്ന് കുട്ടികളെ നേരിട്ട് കണ്ട് ക്ഷണിക്കുകയും എല്ലാത്തിനും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ സഹോദരിമാരെല്ലാവരും ഉണ്ട്. ഇനിയും വരാനുണ്ട്. BJPയുടെ അജയം വന്നിട്ടില്ല, രമ്യ വന്നിട്ടില്ല, മായ വന്നിട്ടില്ല. അവരെല്ലാം സഹകരിച്ചതാണ്. ഓരോരോ കാരണങ്ങളാൽ വന്നില്ല. കണ്ണൻ സാറുണ്ട്, അനിമോൻ ഇവിടെ വന്നിട്ട് പോയി. അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരും ഇതിനെല്ലാം ഞങ്ങൾക്ക് പ്രചോദനം നൽകിയെന്ന് പറഞ്ഞാൽ ഈ വാർഡിലെ നല്ലവരായ ജനങ്ങളാണ്. അവരോടാണ് ഞങ്ങൾക്ക് നന്ദി. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു കൊടക്കീഴിൽ നിന്നുകൊണ്ട് ഇതെല്ലാം തുടർന്നു പോകുന്നു. വാർഡിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് അന്നദാനമടക്കം നടത്തി. നിരവധി ആദരവുകളും ഒരുക്കി. കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചായിരുന്നു 2 ദിവസം നീണ്ടുനിന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഇപ്പോഴിതാ തന്റെ വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ബാഗ് മുതൽ എല്ലാ പഠന ആവശ്യത്തിനായി പഠനോപകരണങ്ങളടക്കം നൽകുകയാണ്. ഇത് നമ്മളെ ദീപയാണ് ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് വേണേൽ പറയാം. പിന്നെ ശശികലയുണ്ട്, ഇപ്പൊ ചിഞ്ചു ഉണ്ട്, ഇങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട്. എല്ലാം വരുന്നതേ ഉള്ളൂ ഓരോരുത്തരെ. നമ്മളെ കണ്ണസാറുണ്ട്, അജയനുണ്ട്, രമ്യയുണ്ട്, മായയുണ്ട്, അജിതയുണ്ട്. ഈ പറഞ്ഞ ഒട്ടനവധി ആൾക്കാർ ഇതിന്റെ പുറകിൽ ഒരു രാവും പകലും അധ്വാനം ചെയ്യുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 80,000 രൂപയിൽ പുറത്ത് നമുക്ക് ഈ പ്രാവശ്യം ഈ ഫണ്ട് വേണ്ടി വന്നിട്ടുണ്ട്. കുറെയൊക്കെ നമ്മളെ ഈ അംഗൻവാടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെന്നപ്പോൾ ഒട്ടനവധി പേര് സഹായിച്ചു. അപ്പൊ അതിന്റെ കുറെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെയൊക്കെ സംവിധാനങ്ങൾ സ്വന്തം കയ്യിൽ നിന്നൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങളെല്ലാം പരിപൂർണ്ണ സംതൃപ്തരാണ്. കാര്യം നമുക്ക് ഇതൊക്കെ നമ്മള് എല്ലാ വർഷവും 4-5 പേരൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെ പാവപ്പെട്ടവർ മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതങ്ങനല്ല. ഇത് മൊത്തത്തിൽ എല്ലാവർക്കും, നമ്മളെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗമുള്ളവരൊക്കെ കാണും, അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു നിർബന്ധം വെച്ചപ്പോൾ എന്റെ കൂടെ നിന്ന് എന്റെ സഹോദരങ്ങളാണ് ഇരിക്കുന്നത്. അംഗനവാടി ആഘോഷത്തിന്റെ ബാക്കി വന്ന തുകയും മെമ്പറുടെ പക്കൽ നിന്നുള്ള തുകയും ചേർത്തു വെച്ചാണ് ഏകദേശം 100ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്നത്. 15-ാം വാർഡിന്റെ അംഗനവാടി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് പൈസ അധികം വരികയും ആ പൈസ എന്ത് ചെയ്യണമെന്നുള്ളത് കമ്മിറ്റി വിളിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട നിർധനരായ വിദ്യാർത്ഥികൾക്ക് ബാഗ്, ബുക്ക്, പേന ഉൾപ്പെടെ എല്ലാ സംവിധാനം പഠനോപകരണത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും 100ഓളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിതരണം ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളാണ് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു നല്ല പ്രവൃത്തിയായിട്ട്, നല്ലൊരു പുണ്യപ്രവൃത്തിയായിട്ട് നമുക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇതിനധികം വരുന്ന പൈസ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാവപ്പെട്ടവർക്കുള്ള ഒരു സഹായമായിട്ട് ചെയ്യുന്നതിന് വളരെ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. ഇത്രയും നല്ല കാരുണ്യ പ്രവർത്തനങ്ങള് മറ്റു വാർഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും മയ്യനാട് സുനിൽ എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തിലും ഒരു മാതൃകയാകേണ്ട മെമ്പർ തന്നെയാണ്. പിന്നെ ഏതൊരു ആവശ്യത്തിനായാലും നമ്മൾ വിളിച്ചാൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിവുള്ളൊരു മെമ്പറാണ് മയ്യനാട് സുനിൽ. ഈ വാർഡിലെ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്കും മെമ്പറിന്റെ പഠനോപകരണ സഹായം നൽകുകയാണ്. ഇതിനായി മെമ്പറും സുഹൃത്തുക്കളും പുസ്തകങ്ങളും ബാഗുകളും തരം തിരിക്കുന്ന പണിയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.